ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഒറ്റ സമയം കൊണ്ട് തന്നെ 2 തരം കുഴക്കട്ടകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ ഈ കുഴക്കട്ട എന്നാണ് കേട്ടോ പാലക്കാടൊക്കെ പറയാം. നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് 2 രീതിയിൽ അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയ 2 റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഒന്നാമത്തെ ആൾ ഇതാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും പരിചയമുള്ള ആളായിരിക്കും കേട്ടോ. ഇനി രണ്ടാമത്തെ ആൾ ഇതേന്ന് ഈ കക്ഷിയാണ് കേട്ടോ. ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ആ റെസിപ്പിയിലോട്ട് പോയാലോ? ആദ്യം തന്നെ ഞാൻ ഇതിന് ഒരു പാനിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ലൈറ്റായിട്ട് മതിയേ, കളർ മാറരുത്. അപ്പോൾ ലൈറ്റായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര, ഒരു 3 ശർക്കര ഞാൻ പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ശർക്കര ഇട്ട് കൊടുക്കാനായിട്ടേ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി വേറൊരു പാനിൽ നമുക്ക് ഈ ഒരു ബൗളിന് 3/4 ബൗള് ഞാൻ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചെറു ചൂടോടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പകുതി 2 ഇതുപോലെ ബോളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇതുപോലെ 2 ആക്കി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗൾ മാവ് എടുക്കാം കേട്ടോ. ഒരു ബോൾ മാവ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് ഇതിനെയൊക്കെ സെറ്റാക്കി വെക്കാം കേട്ടോ. ഇലയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഉരുള മാവ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ബോൾ പോലെ ആക്കിയിട്ട് ഒന്ന് കുഴി പോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുഴി വരുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മൾ കിഴിയൊക്കെ ചെയ്യില്ല, അതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ബോളാക്കിയാണ് കേട്ടോ എടുക്കുന്നത്, സർക്കിൾ ഷേപ്പിൽ. അപ്പോൾ ഇതുപോലെ എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ തേങ്ങയുടെ, അത് ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് ഉരുട്ടി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ സംഗതി കുറച്ച് ക്ഷമ വേണം, എങ്കിലും ടേസ്റ്റ് അപാരമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പണ്ടത്തെ ഉമ്മമാരും ഒക്കെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് ഞാനെല്ലാം അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴക്കട്ടേക്കൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചെടുത്ത് നമുക്കൊന്ന് അടപ്പിട്ട് മൂടിക്കൊടുക്കാം. ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കായി വരും കേട്ടോ. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് എടുത്ത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുഴക്കട്ട ഇതിനിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പണ്ടത്തെ ഉള്ളവരൊക്കെ ഇതുപോലെ കഴിച്ച് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ അവരെത്ര ഹെൽത്തി ആയിട്ടായിരിക്കുന്നല്ലേ. അപ്പോൾ അവരും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളാണ് ഹെൽത്തി അല്ലാത്തത് അല്ലേ. രണ്ടാമത്തെ കുഴക്കട്ട ഒന്ന് തയ്യാറാക്കുക. അതിനായിട്ട് ആ പാനിൽ തന്നെ ഞാൻ ഇതിന് തേങ്ങക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ, അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ മാവിലോട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ഒരേ ഒരു ശർക്കര കേട്ടോ, ഒരു ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ശർക്കരയാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഉരുളകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ സമയം കൊണ്ട് തന്നെ നമ്മൾ 2 റെസിപ്പി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 അടിപൊളി ടേസ്റ്റാണ്, കിടുക്കാച്ചി ആയിട്ടാണ്, മസ്റ്റായിട്ട്